നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനം പോലും നിനക്ക് തരില്ല. അമ്മ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്. എല്ലാം മതിയാക്കി നീ തന്നെയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ കഴിഞ്ഞു കൂടാനുള്ള എന്തെങ്കിലും ഞങ്ങൾ തരും. അതല്ല ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ വിവരം അറിയും. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ രാഹുലേട്ടന് സാധിക്കുന്നുണ്ടല്ലോ. ഇല്ലടി, നിന്നോട് അവന് പ്രേമോ? എന്താ അത് കേട്ടാ മതിയോ? സത്യത്തിൽ നീ എന്താണെന്ന് നിനക്കറിയില്ലേ? അതോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണോ? എന്റെ മകന്റെ ഭാര്യ ആവാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്റെ ജീവനേക്കാൾ ഞാൻ രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അതാ എന്റെ യോഗ്യത. ആർക്ക് വേണം നിന്റെ സ്നേഹം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ദിവസത്തിലാ ഞാൻ നിന്നെ കണ്ടത്. നിന്നെ ഇത്രത്തോളം വെറുക്കുന്ന ഒരു പുരുഷന്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തിനാ രാജി കരയുന്നത്? ആർക്കറിയാം, കണ്ണീരാണല്ലോ ഇവറ്റകളുടെ ആയുധം. എന്തിനാ കരയുന്നത്? എനിക്ക് മഹിയേട്ടന് വേറെ പണിയൊന്നുമില്ലേ? ഇവള് വെറുതെ അഭിനയിക്കുന്നത്. രാഹുലെ, നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ ഇത്? ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടില്ല. ഇവള് മനഃപൂർവ്വം എന്നെ ട്രാപ്പിലാക്കിയതാ. അത് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഇവളിൽ നിന്നും അകന്നു. ദൈവം പോലും പൊറുക്കാത്ത കള്ളം പറയരുത് രാഹുലേട്ടാ. ആരാടി കള്ളം പറയുന്നത്? എന്റെ മോനോ? നീയാ കള്ളി, പേരും കള്ളി. എന്തൊക്കെ പറഞ്ഞാലും രാജി ഇപ്പോ രാഹുലിന്റെ ഭാര്യ, ഈ കൈലാസത്തിലെ ഒരു അംഗം. ഇനിയിപ്പോ പരസ്പരം പോരടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കല്ലേ വേണ്ടത്? എന്റെ ഭാര്യയായിട്ട് ഇവളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല മഹിയേട്ടാ. അതെ, ഉടനെ ഒന്ന് ഈ വിവാഹത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. നീ വാ മോനെ. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ മനസ്സിൽ ദേഷ്യം മാറാൻ സമയമെടുക്കും. അതൊരു ക്ഷമിക്ക്. എന്റെ കാര്യമല്ല സാർ എന്നെ വേദനിപ്പിക്കുന്നത്, ഗംഗേച്ചിയുടെ കാര്യം. ഞാൻ കാരണം സാറും ഗംഗേച്ചിയും തമ്മിൽ അകലാൻ പാടില്ല. ഗംഗേച്ചി ഒരു പാവ. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറ് ഗംഗേച്ചിയെ വെറുക്കരുത്. തൽക്കാലം ഭാരിച്ച കാര്യങ്ങളൊന്നും രാജി നോക്കണ്ട. എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മേലിൽ ഗംഗയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ കാരണം പാവം ഗംഗേച്ചിക്ക് വേദനിക്കേണ്ടി വന്നല്ലോ ഭഗവാന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.